ഹലോ ഓൾ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. കേട്ടറ്റ് കാറ്റഗറി 1 പരീക്ഷയിൽ സമാന്തര ശ്രേണി എന്ന ഭാഗത്തു നിന്നും ചോദിക്കാവുന്ന ഒരു പ്രശ്നമാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ചോദ്യം എന്താണെന്ന് നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ 6ാം പദം 32, 12ാം പദം 68. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് പൊതുവ്യത്യാസമാണ്. രണ്ട് പദങ്ങൾ തന്നിട്ടുണ്ട്. നമുക്കിനി പൊതുവ്യത്യാസം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ nth പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് xn = x1 + n - 1 × d. നമുക്ക് ചോദ്യത്തിൽ 12ാം പദവും 6ാം പദവും നൽകിയിട്ടുണ്ട്. അതായത് x12 എന്ന് പറയുന്നത് എന്താണ്? x1 + 11d ആണ്. അതുപോലെ x6 എന്ന് പറയുന്നത് x1 + 5d ആണ്. അതായത് 12ാം പദം x1 + 11d എന്ന് പറയുന്നത് 68 ആണ്. അത് ചോദ്യത്തിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ 6ാം പദം x1 + 5d എന്ന് പറയുന്നത് 32 ആണെന്നും ചോദ്യത്തിൽ നൽകിയിട്ടുണ്ട്. ഇത് ഇക്വേഷൻ 1, 2 എന്നിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിനി രണ്ട് ഇക്വേഷനും മൈനസ് ചെയ്യാം. അതായത് ഇക്വേഷൻ 1 നിന്ന് ഇക്വേഷൻ 2 മൈനസ് ചെയ്യാം. അതായത് x1 നിന്ന് x1 മൈനസ് ചെയ്യുമ്പോൾ 0 ആയിരിക്കും. 11d നിന്ന് 5d കുറക്കുമ്പോൾ നമുക്ക് 6d എന്ന് ലഭിക്കും. അതുപോലെ 68 നിന്ന് 32 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 36 എന്ന് ലഭിക്കും. അതായത് 6d = 36 എന്ന് ലഭിച്ചു. അതിൽ നിന്നും d എന്ന് പറയുന്നത് 6 ആണെന്ന് ലഭിക്കും. അതായത് സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 6 ആയിരിക്കും. താങ്ക് യു.